ഈ ശബരിമല വിഷയമൊക്കെ കത്തുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ വ്യാജമാണോ എന്നുള്ളതാണ്. കാരണം അങ്ങേരെയും പൊക്കിക്കൊണ്ട് പോയോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന ട്രോളുകളെല്ലാം അയ്യപ്പൻ കടൽ കടന്ന് അക്കരെ എത്തി, ഏതോ ഒരുത്തന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും വലിയ വ്യവസായിയുടെ വീട്ടിൽ അയ്യപ്പൻ ഇരിപ്പുണ്ടാകും. ഈ ഒരു ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അയ്യപ്പനെ വിശ്വസിക്കുന്നവരല്ല, നമുക്ക് വല്ലാത്തൊരു വിഷമോ സങ്കടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ED വരുന്നുണ്ട്, AKG സെന്റർ മൊത്തം അരിച്ചു പറക്കും. പട്ടുമെത്തേ കിടന്ന വാസു ഇപ്പം നിലത്തടത്ത് വെറും തറയിലാണ്. മറവി രോഗം, ഡിപ്രഷൻ, മറവി രോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോ കോടതി പറഞ്ഞു മുണ്ടാതെ കട, അയ്യപ്പനെയും കട്ടിട്ട് പിന്നെയും കിടന്ന് തുള്ളുന്നോ എന്നാണ് കോടതി ചോദിക്കുന്നത്. പപ്പോമാർ ഒളിവിലാണ്, എങ്ങോട്ട് പോയി എന്നൊരു പിടിയില്ല. പ്രശാന്ത് പറയുന്നു ഉപ്പ് തിന്നമ്മൻ വെള്ളം കുടിക്കട്ടെ എന്ന്. മൊത്തത്തിലൊരു അലങ്കോലപ്പെട്ട് എന്ന് വെച്ചാൽ ഒരു പരിഭ്രാന്തിയിൽ എന്ത് ചെയ്യുന്നു എന്ന് CPM പോലും അറിയില്ല. ഇപ്പൊ ED വരാൻ പോവുകയാണ്. എല്ലാത്തിനെയും പൊക്കോ, എല്ലാത്തിനും ഒരു സാധ്യതയുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രഡിക്റ്റബിൾ ആണ്. അതായത് ശബരിമലയിലെ കേന്ദ്ര ഇടപെടൽ അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് BJP മാസമായിട്ട് ഒരു ഒപ്പ് ശേഖരണം നടത്തുന്നുണ്ട്. അപ്പൊ ഈ സാധനം കൊണ്ട് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ ചാണക്യനായിട്ടുള്ള അമിത്ഷായുടെ കയ്യിലായിരിക്കും. അപ്പൊ കിട്ടേണ്ടടുത്ത് തന്നെ അത് കിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇവിടെ പോയിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, പൊതുവായിട്ട് പറയും മുഖ്യമന്ത്രി പോകുന്നു, കൃത്യമായിട്ട് അമിത്ഷാനെ കാണാം. അമിത്ഷാനെയാണ് കാണുന്നത്, മോദിനെ കാണാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമിത്ഷാനെ കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് പറയും ഒരു ടൈപ്പാണ് ദാസ, ഇതൊക്കെ ഇവര് തമ്മിലുള്ള ഒരു ടൈപ്പ് അല്ലേ എന്ന് പറയും. പക്ഷേ നമ്മൾ പറയില്ലേ, ഈ തന്ത്രം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടേണ്ട സമയത്ത് ഓരോ വഴിക്ക് വരുന്നില്ലേ. ഇപ്പൊ PM ശ്രീയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. 2020 ഈ കാര്യം നടപ്പാക്കി തുടങ്ങി, യൂണിവേഴ്സിറ്റികളിൽ നടപ്പാക്കി. എന്നിട്ടാണ് ശിവൻകുട്ടി എണ്ണം പറയുന്നത് ഇല്ല നടപ്പാക്കില്ല ഇവിടെ എന്ന് പറയുന്നത്. അറിയില്ല, അത് ബിനോയ് വിശ്വം എന്തെങ്കിലും പറയുമ്പോൾ പറയണമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനും നേരെ ആരോപണങ്ങളുടെ പെരുമഴ, അന്വേഷണങ്ങളുടെ പെരുമഴയാണ്. പക്ഷെ ഇങ്ങനെ കാറ്റിലും കോളിലും കുലുങ്ങാതെ ക്യാപ്റ്റൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ കപ്പലിൽ ഒരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഇല്ല പിന്നെ കപ്പിത്താന്റെ കാര്യം. അപ്പോ ഈ പറയുന്നത് പോലെ കേന്ദ്ര ഇടപെടൽ വരുമ്പോൾ ഈ കളി മാറും എന്നുള്ളതാണ്. ഒന്നാമത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വിശ്വാസവുമായി വേറെ എന്തിനു കൂട്ടുന്നാലും കേന്ദ്രം ഇതിന് കൂട്ടുവെക്കും. അതെ, ഇത് അവസാനം ഇവര് പറയുന്നത് പോലെ ഇപ്പം മിണ്ടാതെ നിന്നാലും പണി ED ഇതിന്റെ ഇടയിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കും, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ വന്ന് സൈൻ ചെയ്ത് പറയാനായിട്ട് ഇത് നവീൻ ബാബുവിന്റെ അന്വേഷണമൊന്നും അല്ലല്ലോ, നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണമല്ല. അപ്പൊ ഇത് കൃത്യമായി ബോധിപ്പിക്കേണ്ടടുത്ത് ബോധിപ്പിക്കുന്നുണ്ടാവും. കൃത്യമായ കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴേക്കും ഹാജരാകേണ്ടി വരും. അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള ഒരു കാര്യങ്ങൾ പോകുമ്പോൾ തോന്നുന്നത്. അപ്പൊ ക്ഷേത്രങ്ങളുടെ പരിപാലനം, സ്വത്ത് സംരക്ഷണം എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതന്നെയൊക്കെ അറിയാലോ, അയ്യപ്പൻ ഈ ക്ഷേത്രം കത്തുപിടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വിഗ്രഹം ഉരുക്കി അത് മണിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ മണി വരെ അവിടെ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ളതാണ്. അപ്പോ തന്ത്രിയാണെങ്കിൽ വാജിവാഹനവും കൊണ്ടുപോയി. അപ്പൊ തന്ത്രി കുടുംബത്തിന് എന്ത് വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതില്ല. അല്ല, ഇത് നിർമ്മിച്ച പോറ്റി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇരുന്ന് ഈ വിഗ്രഹം നിർമ്മിച്ച പോറ്റിയുടെ പിൻതലമുറക്കാരൻ വന്നിരുന്ന് പറയുന്നതായിട്ട് മഹേഷ് പണിക്കരോ ദിനേശ് പണി, അത് എന്താണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് തന്ത്രി ഇക്കാര്യത്തിൽ തന്ത്രിയുടെ പേര് നിങ്ങൾ പറയുന്നില്ല? കാരണം തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല. കാരണം അയ്യപ്പന്റെ തന്തയാണ്. അയ്യപ്പൻ മൈനർ അല്ലേ? അയ്യപ്പനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അയ്യപ്പനെ കൃത്യസമയത്ത് ആഹാരം കൊടുക്കുക, അയ്യപ്പനെ കുളിപ്പിക്കുക, ഒരുക്കുകയൊക്കെ ചെയ്യേണ്ടത് അച്ഛന്റെ കടമയാണ്. അപ്പോ അച്ഛൻ അറിയാതെ മകന്റെ സാധനങ്ങൾ മുഴുവൻ കടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് അച്ഛൻ അതിന്റെ അകത്തുണ്ട്. ഈ അച്ഛൻ കാണാതെ എങ്ങനെയാണ് ഈ കള്ളന്മാര് വന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്നത്? അപ്പൊ അച്ഛന്റെയും കൂടി അറിവോടെ തന്നെയാണ് മകന്റെ മുഴുവനും മോട്ടിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് എന്റെ സൈൻ അല്ല എന്ന് പറയാനായിട്ട് നവീൻ ബാബുവിന്റെ കേസിലെ മറ്റേ മൂപ്പിലാൻ ചെയ്തതുപോലെ എനിക്ക് 2 ഒപ്പുണ്ടെന്നുള്ളത് ഇത് എന്റെ സൈൻ അല്ല എന്ന് പറയുന്നു പ്രശാന്തൻ ചെയ്ത പോലെ എനിക്ക് 2 ഒപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഈ 2 ഒപ്പം എന്ന് പറയുന്ന ഭരണഘടനാ പ്രകാരം ജാമ്യമില്ല കേസാണ്. ഒരാൾ 2 ഒപ്പ് ക്രിമിനൽ കുറ്റമാണ്. അന്തസ്സോടെ കേസ് എടുത്തിട്ടില്ല അയാൾക്കെതിരെ. 2 ഒപ്പുണ്ട് എനിക്ക്. ആഹാ, നല്ല കാര്യമാണല്ലോ, നീയാളാണ്. അതെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ മുമ്പ് ശബരിമല പ്രവേശന വിഷയം വന്നപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോ മെല്ലെ പോക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭരണമൊക്കെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള നീക്കുപോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല, ഇവിടെ നിന്ന് തൃശ്ശൂർന്ന് സുരേഷ് ഗോപി ഉണ്ട്.
ജസ്റ്റ് ഡിസംബർ ദാറ്റ് എന്ന് മൂപ്പര് പറയുന്നുണ്ട്, പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് ശബരിമലയില് മേൽശാന്തി ആവണമെന്നിരിക്കും പുള്ളി പറയുകയും ചെയ്തു. അതിന്റെ പേരിൽ പുള്ളി എടുത്തിട്ടൂടെ കുടഞ്ഞു. പുള്ളിക്ക് സവർണനാണ്, പുള്ളി മറ്റേ സവർണ മേധാവിത്വം അങ്ങനെയൊന്നുമല്ല. കാരണം ബ്രാഹ്മണനാണ് അവിടെ പൂജ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുള്ളി ബ്രാഹ്മണനാകണം എന്ന് പറഞ്ഞത്. അവിടെ മറ്റേതെങ്കിലും കാസ്റ്റ് ആണ് അവിടെ അരയന്മാരോ അല്ലെങ്കിൽ അരയന്മാരല്ലോ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മലയരയരും അവരൊക്കെ ആണെങ്കിൽ പുള്ളി ആ കാസ്റ്റിന്റെ പേര് പറഞ്ഞേ. അവിടെ അയ്യനെ പൂജിക്കുന്നത് തന്ത്രി കുടുംബത്തിന്റെ അവകാശമാണ്. അതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്. അതിന് പുള്ളി കഞ്ഞി പറഞ്ഞപ്പോ സ്മൃതി പരുത്തിക്കാട് പറയുന്നത് കഞ്ഞി ഫ്യൂഡലിസം ആണെന്ന്. ഫ്യൂഡലിസത്തിന്റെ ഒരു പേരാണ് കഞ്ഞി. സ്മൃതി പരുത്തിക്കാടിനെ പറ്റി പറയരുത്, മിണ്ടരുത്. ഞാൻ എന്റെ വീട്ടിലൊക്കെ നല്ല തണുപ്പുള്ള സമയത്ത് വൈകുന്നേരമൊക്കെ നല്ല ചൂട് പയറും കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട്. അത് ഫ്യൂഡലാണെന്ന് ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത് ആ പെണ്ണ പിള്ളേരെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഇതിനിടയിലാണ് ജയകുമാറിനെ കയ്യിലെടുക്കുമെന്നുള്ള പേടി. കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ പോണാണല്ലോ. അപ്പൊ ജയകുമാറിനെ എങ്ങനെയെങ്കിലും ഈ സ്ഥാനത്ത് നിന്നും മാറ്റണം. മാറ്റിയില്ലെങ്കിൽ, അതായത് ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയില്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? കേന്ദ്രം വിളിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവിടെ കിടക്കുകയാണല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് വിളിക്കും. അപ്പൊ ഇവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം ചൊറിഞ്ഞറിയാൻ പറ്റും. ഇവിടെ ഒരു പോസ്റ്റ് കൊടുത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഇവിടുത്തെ ചുമതലയും കൊണ്ട് ഇരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇത് വേണ്ടാന്ന് വെച്ചാൽ മൂപ്പർക്ക് അങ്ങോട്ട് പോകണമെന്നൊരു തീരുമാനം മോദിജി അറിയിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരെ പുഷ്പം പോലെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഇവിടുത്തെ വിഡ്ഢികൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡിലുള്ളവരേക്ക് അന്വേഷണം കടന്നതോടുകൂടി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു നീക്കം, അതായത് ദേവസ്വം ബോർഡ് മുഴുവൻ CPM-കാരാണെന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം. കിട്ടേണ്ട വിവരങ്ങൾ കേന്ദ്രത്തിന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പോ ഈ ഒരു അന്വേഷണം വന്നിട്ട് വേണ്ട. കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് കേരളത്തിൽ നിന്ന് വേണ്ടുന്ന എല്ലാ വിവരങ്ങളും കിട്ടാൻ വേണ്ടുന്ന സോഴ്സ് ഒക്കെ ഇവർക്ക് ഉണ്ട്. അല്ലാണ്ട് വെറുതെ അവിടെ ഇരുന്ന് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ല മോദിജി. അപ്പോൾ അമിത്ഷായുടെ കയ്യിലേക്ക് ഈ ഫയൽ എത്തുന്നു. അമിത്ഷാ സ്വാഭാവികമായിട്ടും മോദിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും. ED എത്താനുള്ള സാധ്യതകളും കൂടുതൽ. ഇപ്പൊ തന്നെ എന്ന് പറയുന്നത് ഈ കേസ് സർക്കാരിനെ CPM-നെ ഒന്നും ബാധിക്കാത്ത വിധത്തിൽ മാറ്റി നിർത്താനുള്ള ഒരു നീക്കത്തിലാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ N വാസു അറസ്റ്റിലായി, പത്മകുമാർജി അറസ്റ്റിലാവാൻ പോകുന്നു. പത്മകുമാർജി 2 തവണ ശാരീരിക അസ്വസ്ഥതകളൊക്കെ പറഞ്ഞു എന്നാണ് അറിയുന്നത്. ഇനി പിള്ളേരെ വീടിന്റെ ചുറ്റുവിട്ട് നമ്മൾ ഓടിക്കൂല, അതുപോലെ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് പോകും. അതുമല്ല ED-യുടെ ചോദ്യം ചെയ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെ കേരള പോലീസിന്റെ കയ്യിലേക്ക് ഇവർക്ക് തൂക്കവാ ഗരുഡൻ തൂക്കം എന്ന് പറയുന്നത് അവിടെ കൊണ്ട് കെട്ടും. ഇടി അറിയില്ല, ഇടിയുടെ ഇങ്ങനെ കൊളുത്തിട്ടിട്ട് അതിലിട്ടേക്കും. എന്നിട്ട് ആദ്യം കള്ളം പറയുമ്പോ വീണ്ടും വലിക്കും, സത്യം പറയുമ്പോ ഒന്ന് താത്തു കൊടുക്കും, പിന്നെയും വലി. ഇതാണ് അവിടെ നടക്കണം. അവിടെ നടക്കാൻ പോകുന്നത് അതാണ്. അതായത് പറയിപ്പിക്കണ്ട. ഈ ഉറക്കമൊക്കെ ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും 2 ദിവസം കഴിയുമ്പോ തത്ത പറയുന്നത് അത്രയും പിടിച്ചിരിക്കാൻ പറ്റൂല. കട്ട് മാത്രം ജീവിച്ചോണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് നാള് പിടിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് ഒരു വിത്തിൻ സെക്കൻഡ് അവര് ചിലപ്പോ സത്യമൊക്കെ പറഞ്ഞു പോകും. വാസുവണ്ണനൊക്കെ കണ്ടില്ലേ, ഉള്ളതെല്ലാം ഛർദ്ദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല. അത് ചണ്ടിയായി. അപ്പൊ ഇനി അതിന് ഒന്നും കിട്ടാനില്ല. പത്മകുമാറിന്റെ പേര് കുറഞ്ഞിരിക്കുന്ന പത്മകുമാറിന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പേര് എന്ന് പറയുന്നത്, പണ്ട് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അല്ലാതെ പൊന്നളിയ എനിക്ക് വേറെ ഒരു ബന്ധമില്ല എന്ന് പറയാം ED-യുടെ അടുത്ത്. പക്ഷെ ED അതിനു മുമ്പേ രഹസ്യങ്ങളെല്ലാം ചൂടെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മിക്കവാറും ഇവരൊക്കെ മാപസാക്ഷിയാകാനൊക്കെ നടക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ അയ്യപ്പന്റെ കാര്യമാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒരു വലിയ വിഭാഗം ആളുകളുടെ വിശ്വാസമാണ് ഇവര് ചൂഷണം ചെയ്തത്. അപ്പൊ അതിന് പിന്നിൽ ആര് പ്രവർത്തിച്ചാലും, അതിനിപ്പോ ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും, പേരൊന്നും പറയുന്നില്ല, ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും അത് പുറത്തു വരണം. അവൻ ഇതിനൊക്കെ അവൻ അനുഭവിക്കണം. കാരണം ദൈവത്തിന്റെ സ്വത്ത് കട്ടോണ്ട് പോവുക എന്ന് പറയുന്നത്, നമുക്ക് ആരെങ്കിലും ഒരാളെ പേടി എന്ന് പറയുന്നത് ദൈവം എന്തെങ്കിലും ചെയ്തു കളയുന്നുള്ളതല്ല. നമുക്കൊരു വിശ്വാസ പേടി. ദൈവത്തിനെങ്കിലും നീ പേടിക്കെന്ന് പറഞ്ഞാൽ, ആ ദൈവത്തിനെ പോലും വിറ്റ് തിന്നുന്നവന്മാരെ പിന്നെ ജനങ്ങൾ എങ്ങനെയാണ്? ഒരു കാര്യമുണ്ട് തന്നെയാ, ദൈവത്തിന് വിശ്വാസം ഇല്ല എന്ന് വിചാരിക്കുക. ഈ കാലത്തിന്റെ തിരിച്ചടിയുണ്ട്. കാലത്തിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇത്രയും നാളെ മുതലാക്കി വിറ്റ് തിന്നു. ഇപ്പൊ അതിനുള്ള ഓട്ടത്തിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ED-ഒക്കെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ധന്യ പറഞ്ഞതുപോലെ ഗരുഡൻ തൂക്കത്തിന് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.